കാസർഗോഡ്, മലപ്പുറം, അതുപോലെ തന്നെ തിരുവനന്തപുരം. അതായത് കേരളത്തിന്റെ ഓരോ മൂലയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ പാറ്റേണിലുള്ള സംഗതികളാണ്. മൂന്നിടത്തും സംഭവിച്ചിരിക്കുന്നത് ഒരേ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ്. അതായത് കാസർഗോഡ് നടക്കുന്നത് എന്താണ്? വെള്ളിയാഴ്ച ദിവസം ഒരു ഇവിടുത്തെ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടി അതൊരു നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു ഗുണ്ടായിസം ഇറക്കുകയാണ്. ഇത് വെള്ളിയാഴ്ചയാണ്, നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം, ഞങ്ങളുള്ള സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുണ്ടായിസം കാണിക്കാനുള്ള ഒരു രീതി അത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിന്റെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നു. നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? ഈ രീതിയിൽ ഇത് പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഗതിയെ വളരെ റിജിഡ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. താനെന്താണ് മോന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന ഭക്തർ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാവരും ഹിന്ദു തീവ്രവാദികളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദു മതത്തിലുള്ള അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ സാധിക്കുമെങ്കിൽ, ഞാനൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. എല്ലാ മതങ്ങളും വിമർശനത്തിന് വിധേയരാകണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് ചെയ്യുന്ന സമയത്ത് അതിനെന്താ കുഴപ്പം, അത് ചെയ്യേണ്ടതാണ്, അതൊരു വലിയ നവോത്ഥാനമാണ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറ്റുകയും, എന്നാൽ സമാനമായ രീതിയിൽ ഇസ്ലാം മതത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതിനെ പൊതിഞ്ഞു കെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, അതും വീണ്ടും കാപടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പുരോഗമനവാദിയാണ്, വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? ഹിന്ദു മതത്തിന് രണ്ട് തെറി പറയാം, നിങ്ങൾ വലിയ ബുദ്ധിജീവിയാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഒരു ഇസ്ലാമിനെ പൊതിഞ്ഞു കെട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാനവിക പരിവേഷം കൂടി കിട്ടും. അതെ, അങ്ങനെ ശീലമായി പോയി. ശീലം മാറ്റണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഇന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളെക്കാൾ ബോധമുള്ള ആളുകളാണ് ഇന്ന് ബാക്കിയുള്ള ജനങ്ങൾ. പണ്ടൊക്കെ പറയാറുണ്ട് ഈ പൊതുജനമാണ് കഴുതാന്ന്. ഇന്ന് സത്യത്തിൽ ഞാൻ പറയാ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതുകൾ. അതിൽ തന്നെ ഇതുപോലുള്ള ഇടതുപക്ഷത്തിൽ ഇരിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള കഴുതകൾ. എല്ലാ മതങ്ങളെയും സ്വീകരിച്ചും നിങ്ങൾ തന്നെ ഹിന്ദു മതത്തെ കുറെ പുകഴ്ത്തിയല്ലോ, ഇങ്ങനെ എന്താ കീർത്തനം ഓഫാക്കി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് ഒരെണ്ണം നിങ്ങൾക്ക് ഓഫാക്കി കാണിക്കാൻ പറ്റുമോ? തമാശ പറയില്ലേ ഗുബാജി? ഞാനതാ നിങ്ങളോട് വലിയ തോതിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ്, നമുക്ക് ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയെ കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റും? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ശ്രീ ജലീൽ പുനലൂർ, ആരിഫ് ഹുസൈൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാമോ? ഒരു നേരത്തെ ബാങ്ക് വിളിയെങ്കിലും മറ്റു മതസ്ഥർക്ക് വേണ്ടി ഒന്ന് നിർത്തിവെക്കാൻ തയ്യാറാകുമോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചത്. എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നത്?